ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ഭീ എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് പോലും കൂടി ഈ മൂന്ന് അർത്ഥത്തിലും ഭീ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ സംശയം തോന്നിയേക്കാം, ഈ എന്ന് പറയുന്നത് വേറൊരു വാക്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്, ഓർ എന്നുള്ള വാക്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പം രാധയും രാജുവും എന്ന് പറയാനാണെങ്കിൽ നമ്മൾ രാധ ഓർ രാജു എന്നാണ് പറയുക. അത് ഇംഗ്ലീഷിൽ ആൻഡ് എന്ന വാക്ക് വെച്ച് കണക്ട് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഹിന്ദിയിൽ ഓർ എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഭീ എന്ന വാക്ക് കൂടുതലും ഓൾസോ, ടു എന്നുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ചേർക്കുന്ന സാഹചര്യം ഇല്ലേ, എന്ന് വെച്ചാൽ ഞാനും കൂടെ വന്നോട്ടെ, എന്നെയും കൂടെ കൊണ്ടുപോകോ, അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ഭീ ഉപയോഗിക്കുന്നത്. അപ്പോ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വോ ഭി അച്ഛാ ഹെ, അതും നല്ലതാണ്. അപ്പോൾ എഴുതുന്നവർ ശ്രദ്ധിക്കുക, എഴുതുമ്പോൾ അതായത് കുട്ടികൾ എക്സാമിന് എഴുതുന്ന സമയത്ത് വോ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, വഹ് അല്ലെങ്കിൽ വേ എന്ന് തന്നെ ഉപയോഗിക്കണം. സംസാരത്തിലാണ് നമ്മൾ വോ ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ തും ഭി പഠോ, നീയും പഠിക്കൂ എന്നാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ മാ ഭി ആവും, ഞാനും വരട്ടെ അല്ലെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, പിന്നെ ഈ പോലും എന്നുള്ള വാക്ക് വരുന്ന സാഹചര്യം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാലും പറയാണ് ഉസ്നെ മുജെ ബുലായ ഭി നഹി, അപ്പൊ എന്നെ വിളിക്കുക പോലും ചെയ്തില്ല, അങ്ങനത്തെ അർത്ഥത്തില്. ഓക്കെ, അപ്പോൾ ബിയുടെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നീയും കഴിക്കൂ എന്നാണെന്ന് വിചാരിക്കൂ. നീയും കഴിക്കൂ, കഴിക്കുന്നതിന്റെ വാക്കാണ് ഖാന, കഴിക്കുക എന്ന് പറഞ്ഞാൽ ഖാന. അപ്പോൾ നീയും കഴിക്കൂ അല്ലെങ്കിൽ നീ കൂടി കഴിക്കൂ എന്നുള്ള അർത്ഥമാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരിക എന്ന് എല്ലാവരും കോമെന്റ്സിൽ എഴുതാട്ടോ. ഓക്കെ.